കുടിൽ കൺട്രോൾ പോയി. ഇവ ക്രിസ്മസ് ആയോണ്ടായിരിക്കും കുടിലെന്നൊക്കെ തോന്നിവാസല്ലേ കാണിക്കുന്നേ. പിന്നില്ലാതെ ആരുടെ ഇത്തരം കാണിച്ചത്? ആലക്കുടിക്ക് പണിക്ക് പോകുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇടിഞ്ഞും പൊളിഞ്ഞും വീഴാൻ സാധ്യതയില്ല. ശരിയാണ്, നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ സിനിമാസിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഫ്ലെക്സ് വരുന്നത്. അപ്പൊ റോഡല്ലേ കുഴപ്പം? നമ്മൾ ഉദ്ദേശിച്ച തന്നെയാണ്, നമ്മളെ മാത്രം ഉദ്ദേശിച്ച തന്നെയാണ്, നമ്മളെ തന്നെ ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ ഫ്ലെക്സുകൾ ഇവിടെ വയ്ക്കുന്നത്. സത്യം, എടപ്പള്ളിയിൽ ഒരു ജോക്കിയുടെ ഫ്ലെക്സ് ഉണ്ട്. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്, സ്ത്രീകളെ തന്നെ ഉദ്ദേശിച്ചാണ്, സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചാണ്. അതുവഴിയൊക്കെ എങ്ങനെയെന്താ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചു പോകണം എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും കറക്റ്റ് സമയത്തിന് എത്താൻ ശ്രമിക്കുമ്പോ ഇങ്ങനെയുള്ള പോസ്റ്റർ നമ്മളെ വൈകിപ്പിക്കൂട്ടാ. അയ്യോ അത് സാരമില്ല, എന്ത് താമസിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇതേപോലെ എനിക്ക് ഫ്ലെക്സുകൾ കാണുമ്പോൾ നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഒരു 5-6 ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഫ്രണ്ടിൽ നിർത്തി വീഡിയോ എടുത്തപ്പോൾ ചെറുതായിട്ട് താമസിച്ചു പോയാണെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ബാക്കി HR നോക്കിക്കോളൂ. അത് ഫ്ലെക്സാണ്, അതിന് ജീവനുണ്ടെന്ന് തോന്നണില്ല. എൻ്റെ ഒരു അഭിപ്രായത്തില് NH മൊത്തം ഇങ്ങനത്തെ ഫ്ലെക്സ് വെക്കണം. അപ്പൊ പിന്നെ EMI ലോണൊക്കെ ആലോചിച്ച് പോകുന്ന നമ്മള് ഇതൊക്കെ കണ്ട് നെഞ്ചിനുള്ളിൽ പുള്ളിനാണ് കൽബാണ് പാട്ടൊക്കെ കേട്ടിട്ട് നൈസായിട്ട് പോവാം. അതൊക്കെ വേണോ? ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ തന്നെ ചെറിയ സമയത്ത് ജോലിക്ക് പോകണില്ല. NH മുഴുവൻ ഇങ്ങനെ ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീറ്റയും കൂടി ഉറക്കമൊക്കെ NHന്റെ സൈഡിലായിരിക്കും. പിന്നെ അത് ഗവൺമെന്റിന്റെ ഒരു പണിയാവും. വേണ്ട.